നിങ്ങൾ ഉമ്മാന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് സത്യം ചെയ്യുന്ന ആൾക്കാരാണോ? എന്നാൽ ഇനി മുതൽ ഒന്ന് ശ്രദ്ധിച്ചോ, കാഫിറായി പോകാൻ വരെ സാധ്യതയുണ്ട്. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മൻ ഹലഫ ബി ഗൈരില്ലാഹി ഫഖദ് കഫറ. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ നാമം കൊണ്ട് സത്യം ചെയ്യുകയാണെങ്കിൽ കാഫിറായി പോകുമെന്ന്. ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത് പോലെ ആ സത്യം ചെയ്യപ്പെടുന്ന വ്യക്തിയെ ബഹുമാനിക്കണമെന്ന ഉദ്ദേശമുണ്ടെങ്കിലാണ് കാഫിറാവുന്നത്. എന്നാൽ അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലെങ്കിൽ തന്നെ ആ സത്യം ചെയ്യലുകൊണ്ട് അവൻ കുറ്റക്കാരനായി തീരുമെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല എന്നുണ്ടെങ്കിൽ കറാഹത്താണെന്നാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ പോലും അങ്ങനെ ഒരു ഉദ്ദേശം വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത് ഹറാമാണെന്ന അഭിപ്രായം പറയണമെന്നാണ് പല പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി പലർക്കുള്ള ഒരു ഡൗട്ടാണ്, മുസ്ഹഫ് കൊണ്ട് സത്യം ചെയ്യാൻ പറ്റുമോ? ആ മുസ്ഹഫ് കൊണ്ട് അള്ളാഹുവിന്റെ കലാമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സത്യമായി പരിഗണിക്കും. എന്നാൽ ആ മുസ്ഹഫിലെ കടലാസുകളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സത്യമായി പരിഗണിക്കുന്നതല്ല. ഇനി സത്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ലഫ്ലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വല്ലാഹി അള്ളാഹുവാണ് സത്യം, വർ റഹ്മാനി റഹ്മാനാണ് സത്യം, വൽ ഇലാഹി യഥാർത്ഥ ആരാധ്യനാണ് സത്യം, വർ റബ്ബിൽ ആലമീന ലോകത്തിന്റെ രക്ഷിതാവാണ് സത്യം, വ കലാമില്ലാഹി അള്ളാഹുവിന്റെ കലാമാണ് സത്യം, വ കിതാബില്ലാഹി അള്ളാഹുവിന്റെ കിതാബാണ് സത്യം, വ ഖുർആനില്ലാഹി അള്ളാഹുവിന്റെ ഖുർആൻ തന്നെയാണ് സത്യം, വ തൗറാത്തി തൗറാത്ത് കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, വൽ ഇഞ്ചീലി ഇഞ്ചീൽ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്നിവകളൊക്കെ സത്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്നോ ചെയ്യൂല എന്നോ അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുകയും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്താലേ അതിന് കഫാർത്ത് വേണ്ടി വരും. ആ കഫാർത്തുകൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ആയിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടത്തിൽ ഉമ്മാനെ പിടിച്ചൊക്കെ സത്യം ചെയ്യുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക.